Hello, good morning students. ഇന്ന് ക്ലാസ് 12ലെ ചാപ്റ്റർ 3 മെട്രിസസ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. മെട്രിസസിൻ്റെ ഇൻട്രൊഡക്ഷനും ഓർഡർ ഓഫ് എ മെട്രിക്സും അതാണെന്ന് നോക്കാൻ പോകുന്നത്. എന്താണ് മെട്രിസസ്? നമുക്ക് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം. ഇതൊരു പവർഫുൾ ടൂൾ വൺ ഓഫ് ദ പവർഫുൾ ടൂൾസ് ഇൻ മാത്തമാറ്റിക്സ് ആണ് മെട്രിസസ്. The knowledge of matrices is necessary in various branches of mathematics. These are one of the powerful tools in mathematics. And matrices are used as a representation of the coefficients in system of linear equations. And also metric notations and operations are used in electronic spreadsheet programs for personal computers. Then many physical operations can also be represented mathematically by matrices. And matrices is also used in cryptography, genetics, economics, sociology, modern psychology, industrial management, etc. അപ്പോൾ മെട്രിസസ് പല ഫീൽഡുകളിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. അത് നമ്മൾ പല ഫീൽഡുകളിലും യൂസ് ചെയ്യുന്നുണ്ട്. ഈ ചാപ്റ്ററിൽ നമ്മൾ മെട്രിക്സിൻ്റെ ഫണ്ടമെൻ്റൽസ് ഓഫ് മെട്രിക്സും ആൻഡ് മെട്രിക്സ് ആൾജിബ്രയാണ്, ഫണ്ടമെൻ്റൽസ് ഓഫ് മെട്രിക്സ് ആൻഡ് മെട്രിക്സ് ആൾജിബ്രയാണ് നോക്കുന്നത്. മെട്രിസസ് ആർ വൺ ഓഫ് ദ പവർഫുൾ ടൂൾസ് ഇൻ മാത്തമാറ്റിക്സ് എന്ന് നമ്മൾ കഴിഞ്ഞു. ഇനി എന്താണ് മെട്രിക്സ് എന്നറിയണ്ടേ? അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് അറിയണ്ടേ? A matrix is an arrangement of numbers or functions. The numbers or functions are called the elements or entries of the matrix. Matrix എന്ന് പറഞ്ഞാൽ ഒരു അറേഞ്ച്മെൻറ്റ് ഓഫ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഫങ്ഷൻ ആണ്. നമ്മൾ മെട്രിക്സിനെ യൂഷ്വലി ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നതിന് ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യും. ഇവിടെ 3 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. നോക്കാം. എക്സാമ്പിൾ ഫസ്റ്റ് വൺ, എ, മെട്രിക്സ് എ. സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് കുറച്ച് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. -2, 5, 0, √5, 3, 6. അതേപോലെ നെക്സ്റ്റ് എക്സാമ്പിൾ ബി, മെട്രിക്സ് ബി ഇസ് ഈക്വൽ ടു 2 + i, 3 - 1/2, 3.5 - 1, 2, അങ്ങനെ കുറച്ച് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ എക്സാമ്പിൾ സി, മെട്രിക്സ് സി 1 + x, x3, cos x, sin x + 2, tan x എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഫങ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഈ ഹൊറിസോണ്ടൽ ലൈൻസ് ഓഫ് എലമെൻസിനെ റോസ് ഓഫ് ദ മെട്രിക്സ് എന്നും വെർട്ടിക്കൽ ലൈൻസ് ഓഫ് എലമെൻസിനെ കോളംസ് ഓഫ് ദ മെട്രിക്സ് എന്നും പറയുന്നു. ഹൊറിസോണ്ടൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ലൈൻസ്, ഹൊറിസോണ്ടൽ ലൈൻസ് ഓഫ് എലമെൻറ്റ്സ്, ഇതിനെ റോസ് എന്നും വെർട്ടിക്കൽ ലൈൻസ് ഓഫ് എലമെൻസിനെ കോളംസ് എന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എ എന്ന മെട്രിക്സിന് എത്ര റോസും കോളംസും ഉണ്ട്? എ ഹാസ് 3 rows and 1, 2, 2 columns. ഈ എക്സാമ്പിൾ നോക്കാം. ഈ എക്സാമ്പിൾ ബിയിലോ 1 row, second row, third row, 3 rows, 1 column, second column, third column, 3 columns. Example C lo row 1, row 2, column 1, column 2, column 3. അപ്പോൾ എക്സാമ്പിൾ സിയിൽ 2 rows and 3 columns. ഓർഡർ ഓഫ് എ മെട്രിക്സ് എന്താണെന്ന് നോക്കാം. എ മെട്രിക്സ് ഹാവിങ് m rows and n columns is called a matrix of order m/n or simply m/n matrix. ഇതിനെ റീഡ് ചെയ്യുന്നത് m/n മെട്രിക്സ് എന്നാണ്. ഓക്കെ, ഇതിനെങ്ങനെ റീഡ് ചെയ്യുന്നത്? m/n. എക്സാമ്പിൾ a is equal to മെട്രിക്സ് a is equal to 1, 2, 3, 4, 5, 6. എത്ര റോസ് ഉണ്ട്? 1, 2, 3. അപ്പോൾ അതിൻ്റെ എത്ര കോളംസ് ഉണ്ട്? 1, 2. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എങ്ങനെയായിരിക്കും?
m is equal to 3, n is equal to 2. So it is a 3/2 matrix. B ആണെങ്കിലോ 1, 2, 3. 3 columns, 1, 2, 3 rows. അപ്പോൾ ഇതെന്ത് മെട്രിക്സ് ആണ്? 3/3 മെട്രിക്സ്. ഇനി എക്സാമ്പിൾ സി നോക്കാം. 1, 2, 3, 4, 5, 6. How many rows? 1 row, 2 row, 1 column, 2 column, 3 column. 1, 2, 3. So it is a 2/3 matrix. In general, an m by n matrix has the following rectangular array. ഇങ്ങനെയാണ് ജനറൽ ഒരു m by n മെട്രിക്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. A11, A12, A13, A1, etc., A1j, etc., A1n, A21, A22, A23, etc., A2j, etc., A2n. Then AI1, etc., AI1, AI2, AI3, etc., Aij, etc., Ain. Until AM1, AM2, AM3, etc., AMJ, AMN, final element. ഇത് ഒരു m by n മെട്രിക്സിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ്. ഓക്കെ, ഇതിനെ നമുക്ക് ഷോർട്ടായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യാം. A is equal to Aij ഓഫ് ഓർഡർ m by n. അതിൽ ഈ ij എന്ന് പറയുന്നത് എന്താണ്? ഐയുടെ വാല്യൂ ലൈസ് between 1 less than or equal to I less than or equal to m. And jയുടെ വാല്യൂ 1 less than or equal to j less than or equal to n. I and j element of natural numbers. Thus, the ith row consists of the elements ai1, ai2, ai3, etc., ain. The ith row consists of the elements ai1, ai2, ai3, etc., aij, etc., ain. ഇനി jth column consists of the elements a1j, a2j, etc., aij, etc., amj. In general, A is an element lying in the ith row and jth column. A is an element lying in the ith row and the jth column. ഒരു എക്സാമ്പിൾ നോക്കാം. എന്താണ് അതിൻ്റെ? ഇതിപ്പം ഇത് ഈ AIJ കൊണ്ട് മീൻ ചെയ്യുന്നത് ഓരോ എലമെൻറ്റിൻ്റെയും പൊസിഷനിങ് ആണ്. അപ്പോൾ ഈ എക്സാമ്പിൾ A is equal to 1, 2, 3 മെട്രിക്സ് A is equal to 1, 2, 3, 4, 5, 6 നോക്കാം. ഈ ഫസ്റ്റ് എലമെൻ്റായ 1ൻ്റെ പൊസിഷൻ ഏതാ നോക്കാം. A11. 2ൻ്റെ പൊസിഷനോ A12. 3യുടെ പൊസിഷനോ A13. 4ൻ്റെ പൊസിഷനോ A21. ദാറ്റ് മീൻസ് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളം. ഇനി ഇതോ 5ൻ്റെ പൊസിഷനോ A22. ദാറ്റ് ഈസ് സെക്കൻഡ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെൻറ്റ്. ഇനി ഇതോ 6 A23. ദാറ്റ് ഈസ് സെക്കൻഡ് റോയിലെ തേർഡ് കോളത്തിലെ എലമെൻറ്റ്. സോ ഇതൊരു 2/3 മെട്രിക്സ് ആണ്. 2 റോസും 3 കോളംസും 2/3 മെട്രിക്സ്. എമ്മിൻ്റെ എന്നിൻ്റെ വാല്യൂ 2/3. M is 2, N is 3. Next topic, number of elements in a matrix. Number of elements in an m by n matrix will be equal to m product n. For example, A is equal to 1, 2, 3, 4. ഒരു മെട്രിക്സ് A is equal to 1, 2, 3, 4. എത്ര റോസ് ഉണ്ട്, എത്ര കോളംസ് ഉണ്ട്? റോസ് 2, കോളംസ് 2. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഓർഡർ ഓഫ് ദിസ് മെട്രിക്സ് A is equal to 2/2 മെട്രിക്സ്.
Number of elements of A is equal to 2 into 2, that is 4. 2 multiplied by 2, 4. See, 1, 2, 3, 4. 4 elements. Example B. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14. These are the elements of this matrix B. എത്ര റോസ് ഉണ്ട്? റോ 1, റോ 2, റോ 3, റോ 4. 4 റോസ്. എത്ര കോളംസ്? C1, C2, C3. 3 കോളംസ്. ഓർഡർ ഓഫ് മെട്രിക്സ് B is equal to 4/3. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് B is equal to 4 multiplied by 3, which is 12. കൗണ്ട് ചെയ്ത് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 12 number of elements. നമുക്കൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. If a matrix has 24 elements, what are the possible orders it can have? ഒരു മെട്രിക്സിന് 24 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ പോസിബിൾ ഓർഡേഴ്സ് ഏതൊക്കെയായിരിക്കും? 24 എലമെൻറ്റ്സ് ടോട്ടൽ എലമെൻറ്റ്സ് ആണ്. അപ്പം ടോട്ടൽ എലമെൻറ്റ്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് റോസ് മൾട്ടിപ്ലൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കോളംസ്, ദാറ്റ് ഈസ് m/n. അത് നമുക്കറിയില്ല. m എത്രയാണെന്നും n എത്രയാണെന്നും നമുക്കറിയില്ല. പക്ഷേ അതിൻ്റെ പ്രോഡക്റ്റ് 24 ആണെന്നറിയാം. പിന്നെ അതുകൊണ്ട് നമുക്ക് 24 പ്രോഡക്റ്റ് കിട്ടുന്ന പോസിബിൾ ഓർഡേഴ്സ് നമുക്ക് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ നമുക്ക് ഈസിയാണ്. നമുക്ക് ജസ്റ്റ് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കൊടുത്താൽ മതി. അത് ആദ്യം എങ്ങനെ ചെയ്യാം? 24നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുന്നു. അപ്പോൾ 12 കിട്ടുന്നു. അപ്പോൾ ഫസ്റ്റ് പെയർ കിട്ടി നമുക്ക്. 2 multiplied by 12. 12 multiplied by 2. That means 2/12, 12/2. 2 ഓർഡേഴ്സ് കിട്ടി. ഇനി എഗെയിൻ പ്രൈം ഫാക്ടറൈസേഷൻ കഴിഞ്ഞിട്ടില്ല. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? പിന്നെയും 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടും. അങ്ങനെ അതിനെ എങ്ങനെ പെയറാക്കി എഴുതാം? 6 ഈ സ്റ്റെപ്പിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. 6 into 4. ഈ രണ്ടും കൂടെ ക്ലബ് ചെയ്ത് 4 ആക്കുന്നു. 6 into 4 ചെയ്യുമ്പോൾ നമുക്ക് 24 കിട്ടും. അപ്പോൾ 4/6 or 6/4 ഇതിൽ നിന്ന് 2 പെയറും കിട്ടും. പിന്നെയും പ്രൈം ഫാക്ടറൈസേഷനിൽ 6ൽ പിന്നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6നെ 3 എന്ന ആൻസർ കിട്ടും. അതിനെങ്ങനെ എഴുതാം? 2 into 2 into 2, that is 8. 8 multiplied by 3. അപ്പം നമുക്ക് അടുത്ത പെയറിനെ കിട്ടി. പിന്നെയും കിട്ടി 8/3 or 3/8. പിന്നെ 24ന് പിന്നെ ഉള്ള പോസിബിൾ പെയർ ഏതാണ്? 24/1, 1/24. അപ്പം നമുക്ക് സൊല്യൂഷനായി. The possible orders are 24/1, 1/24, 2/12, 12/2, 6/4, 4/6, 6/4, sorry 2 times ആയിപ്പോയത്. 6/4, 4/6, 8/3, 3/8. ഇതാണ് ഇതിൻ്റെ പോസിബിൾ ഓർഡേഴ്സ്. ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ പാർട്ട് 1ൽ നമ്മൾ മെട്രിസസിൻ്റെ ഇൻട്രൊഡക്ഷനും ഡെഫിനിഷനും ഓർഡർ ഓഫ് മെട്രിസ് ആൻഡ് എലമെൻറ്റ്സ് ഓഫ് മെട്രിസസ് ഇതൊക്കെയാണ് നോക്കിയത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് മെട്രിസസ് ആൻഡ് ഇക്വാലിറ്റി ഓഫ് മെട്രിസസ്. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാം പഠിച്ചെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും പഠിച്ചില്ലേ? അപ്പോൾ നമുക്ക് ടൈപ്സ് ഓഫ് മെട്രിസസ് എന്താണെന്ന് നോക്കാം.
Different types of matrices are column matrix, row matrix, square matrix, diagonal matrix, scalar matrix, identity matrix and zero matrix. നമ്മുടെ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള 7 ടൈപ്സ് ഓഫ് മെട്രിസസ് ആണിത്. നമുക്ക് 1 by 1 ആയിട്ട് ഓരോ മെട്രിക്സും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് കോളം മെട്രിക്സ്. കോളം മെട്രിക്സ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, കോളം എന്ന വാക്ക് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു മെട്രിക്സിലെ കോളംസ് എന്താണ്, റോസ് എന്താണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തു, ഓർക്കുന്നില്ലേ? അപ്പോൾ എന്താണ് കോളം മെട്രിക്സ്? A matrix is said to be column matrix if it has only one column. ഒരു മെട്രിക്സിനെ കോളം മെട്രിക്സ് എന്ന് പറയണമെങ്കിൽ അതിന് ഒരു കോളം മാത്രമുള്ള മെട്രിക്സ് ആയിരിക്കും. റോസ് എത്ര വേണമെങ്കിലും ആവാം, പക്ഷേ ഓൺലി 1 കോളമേ ഉണ്ടാവുള്ളൂ. എക്സാമ്പിൾ, ഈ എക്സാമ്പിൾ കണ്ടോ, matrix A is equal to 0, root 3, minus 1, 1 by 2 is a column matrix of order 4 by 1. In general, A is equal to Aij of m by 1 is a column matrix of order m by 1. അതാണ് അതിൻ്റെ ഡെഫിനിഷൻ. ഇനി സെക്കൻഡ്, റോ മെട്രിക്സ്. റോ മെട്രിക്സ് ഹാസ് ഓൺലി 1 റോ. കോളം മെട്രിക്സിൽ പറഞ്ഞ പോലെ റോ മെട്രിക്സ് ആണെങ്കിൽ ഒരേ ഒരു റോ മാത്രമേ ഉണ്ടാവുള്ളൂ ആ മെട്രിക്സിൽ. എക്സാമ്പിൾ, ബി ഈസ് ഈക്വൽ ടു -1 by 2, root 5, 2, 3. ഇതിൻ്റെ ഓർഡർ എത്രയാണ്? 1 by 4. അതായത് ഒരു റോയും 4 കോളംസും. അങ്ങനെയാണെങ്കിൽ ഇൻ ജനറൽ ബി ഈസ് ഈക്വൽ ടു Bij ഓഫ് ഓർഡർ 1 by n is a row matrix of order 1 by n. ഇനി third one, square matrix. Square matrix have equal number of rows and columns. Square matrix എന്ന് പറഞ്ഞാൽ number of rowsഉം number of columnsഉം ഈക്വൽ ആയിരിക്കും. Thus m by n matrix is said to be a square matrix if m is equal to n. m number of rows, n number of columns. It is said to be a matrix of order n. Example, A is equal to 3, -1, 4, 2. Number of rows എത്രയാണ്? 2. Number of columns എത്രയാണ്? 2. Is a square matrix of order what? n. എത്രയാണ് നമ്പർ ഓഫ് റോസ് ഓർ നമ്പർ ഓഫ് കോളംസ്? 2 ആണ്. അപ്പോൾ ഇറ്റ് ഈസ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 2 എന്ന് പറയും. ഇൻ ജനറൽ എ ഈസ് ഈക്വൽ ടു Aij m by m ഈസ് എ മെട്രിക്സ് ഓഫ് ഓർഡർ m. കാരണം നമുക്ക് ഒരു നമ്പർ ഓഫ് റോയോ അല്ലെങ്കിൽ നമ്പർ ഓഫ് കോളമോ മാത്രം ഇവിടെ പറഞ്ഞാൽ മതി, രണ്ടും ഈക്വൽ അല്ലേ, അതുകൊണ്ടാണ് ഓർഡർ m എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്തത് ഡയഗണൽ മെട്രിക്സ്. എ സ്ക്വയർ മെട്രിക്സ് ബി ഈസ് ഈക്വൽ ടു Bij order m by n is said to be a diagonal matrix if all its non-diagonal elements are 0. That is, matrix B is equal to Bij of order m by m is said to be a diagonal matrix if Bij is equal to 0 when I not equal to j. നമുക്ക് എക്സാമ്പിൾ നോക്കാം. എന്താണ് ഒരു സ്ക്വയർ മെട്രിക്സ് ഡയഗണൽ മെട്രിക്സ് ആവണമെങ്കിൽ അതിൻ്റെ നോൺ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 0 ആയിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് നോൺ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് നോക്കാം. ഇതൊരു മെട്രിക്സ്, അതിൻ്റെ പൊസിഷൻസ് എഴുതുവാണ് ഞാൻ. A11, A12, A21, A22. ഇതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡയഗണലി കിടക്കുന്ന, അതായത് ഡയഗണലി ഒരു ലൈൻ വരച്ചാൽ
ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ ഈ 2 എലമെൻസുമാണ് അതെന്താണ് ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോൺ ഡയഗണൽ ആയിട്ടുള്ള എലമെൻറ്റ്സ്. ഇത് രണ്ടും ഡയഗണൽ എലമെൻറ്റ്സ്, ഇത് രണ്ടും നോൺ ഡയഗണൽ എലമെൻറ്റ്സ്. ഇതിൻ്റെ രണ്ടിൻ്റെയും വാല്യൂ 0 ആയിരിക്കും. അപ്പം ഏതൊക്കെ ഡയഗണൽ എലമെൻറ്റ്സ് ഉണ്ടോ അതൊഴിച്ച് ബാക്കിയുള്ള നോൺ ഡയഗണൽ ആയിട്ടുള്ള എല്ലാ എലമെൻറ്റ്സും 0 ആയിട്ട് വരുന്ന മെട്രിക്സിനെ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയാം. അപ്പോൾ ഇത് കണ്ടോ, നോക്കിക്കേ, ഈ എക്സാമ്പിൾ നോക്കിക്കേ. ഇതൊരു പിന്നെ എന്താണ്, ഒരു ഡയഗണൽ എലമെൻറ്റ് മാത്രമേ ഉള്ളൂ. കാരണം A11 ഒരു ഒറ്റ റോയും ഒരൊറ്റ കോളവുമുള്ള ഒരു ഓർഡർ 1 ആയിട്ടുള്ള മെട്രിക്സ് ആണ്. ഇനി ഇത് നോക്കിക്കേ, ഓർഡർ 2 ആയിട്ടുള്ള മെട്രിക്സ്, അതായത് നമ്പർ ഓഫ് റോസ് 2, നമ്പർ ഓഫ് കോളംസ് 2. ഇതിൽ കണ്ടോ, ഡയഗണൽ എലമെൻറ്റ്സ് മാത്രമേ വാല്യൂസ് ഉള്ളൂ, ബാക്കിയെല്ലാം നോൺ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 0 ആണ്. ഇതിലും അതേപോലെയാണ്, കണ്ടോ. ഇനി അടുത്തത് സ്കെയിലാർ മെട്രിക്സ്. A diagonal matrix is said to be a scalar matrix if its diagonal elements are equal. That is, a square matrix B is equal to Bij, order n by n is said to be a scalar matrix if Bij is equal to 0 when I not equal to j, Bij is equal to k when I is equal to j for some constant k. എന്താണ് പറയുന്നത്? ഒരു ഡയഗണൽ മെട്രിക്സിനെ സ്കെയിലാർ മെട്രിക്സ് എന്ന് വിളിക്കണമെങ്കിൽ അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കും. നമ്മുടെ നേരത്തെ നമ്മൾ ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞു, നോൺ ഡയഗണൽ എലമെൻറ്റ്സ് 0യും ഡയഗണൽ എലമെൻറ്റ്സിന് ഡിഫറെൻറ്റ് വാല്യൂസും ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ സ്കെയിലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ സെയിം ഡയഗണൽ മെട്രിക്സ് ആണ്, ബട്ട് ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. Bij ഈസ് ഈക്വൽ ടു k ആണ്. അതായത് വാല്യൂസ് ഓഫ് ഓൾ ദ ഡയഗണൽ എലമെൻറ്റ്സ് ആർ ഈക്വൽ. എക്സാമ്പിൾ നോക്കാം. A ഈസ് ഈക്വൽ ടു 3, ഇതൊരു ഓർഡർ 1 ആയിട്ടുള്ള ഇത് മെട്രിക്സ്. ഇത് ഓർഡർ 2 ആയിട്ടുള്ള മെട്രിക്സ്. കണ്ടോ, ഇതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് കണ്ടോ, -1 -1, രണ്ടും സെയിം. ഇതോ, ഈ ഡയഗണൽ എലമെൻറ്റ്സ് നോക്കിയേ, √3. അപ്പോൾ സ്കെയിലാർ മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഡയഗണൽ മെട്രിക്സ് ആണ്. അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് ഈക്വൽ ആണെങ്കിൽ, എലമെൻറ്റ്സിൻ്റെ വാല്യൂ ഈക്വൽ ആണെങ്കിൽ അതിനെ സ്കെയിലാർ മെട്രിക്സ് എന്ന് പറയാം. Identity matrix. A matrix in which elements in the diagonal are all 1 and rest are all 0. That is, a square matrix A is equal to Aij of order n by n is an identity matrix if Aij is equal to 1 if I is equal to j, or Aij is equal to 1 if I is equal to j and Aij is equal to 0 if I not equal to j. എന്താണ് ഇവിടെ പറയുന്നത്? ഒരു മാട്രിക്സിനെ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയണമെങ്കിൽ, ഒരു സ്ക്വയർ മാട്രിക്സിനെ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയണമെങ്കിൽ ആ സ്ക്വയർ മാട്രിക്സിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 1ഉം നോൺ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 0യും ആയിരിക്കും. എക്സാമ്പിൾ ഉണ്ടോ, 1 1 0 0 1 1 0 0 0 1 0 0 0 1. നോക്കിക്കേ, ഡയഗണൽ എലമെൻറ്റ്സ് 1ഉം നോൺ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 0യും. ഡയഗണൽ എലമെൻറ്റ്സ് 1, നോൺ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 0. അതുകൊണ്ടാണ് ഇവിടെ കണ്ടോ 1 ആവുന്ന കണ്ടീഷൻ എന്താണ്? I is equal to j, പൊസിഷൻ I, അതായത് A11 A22 A33, അതിൻ്റെയൊക്കെ എന്താണ്? ഐയുടെയും ജെയുടെയും വാല്യൂ സെയിം ആണ്. ഇനി I നോട്ട് ഈക്വൽ ടു j ആയിട്ടുള്ള പൊസിഷനുകളിലെല്ലാം 0യും ആയിരിക്കും.
ഇനി ഐഡൻറ്റിറ്റി മെട്രിസസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ I ഓഫ് ഓർഡർ N. ഏതാണോ ഓർഡർ അത് അവിടെ എഴുതും. അപ്പോൾ ഇത് 3 എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി മെട്രിസസ് ഓഫ് ഓർഡർ 1, 2, 3 റെസ്പെക്റ്റീവ്ലി. ഒരു നോട്ട് ചെയ്തോളൂ. നോട്ട് ദാറ്റ് എ സ്കെയിലാർ മെട്രിക്സ് ഈസ് ആൻ ഐഡൻറ്റിറ്റി മെട്രിക്സ് വെൻ k ഈസ് ഈക്വൽ ടു 1. അപ്പം നമ്മൾ നേരത്തെ സ്കെയിലാർ മെട്രിക്സ് എന്താണെന്ന് പഠിച്ചു. എന്താണ്? ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം ഈക്വൽ ആവുന്ന മെട്രിക്സിനെ സ്കെയിലാർ മെട്രിക്സ് എന്ന് പഠിച്ചു. അപ്പോൾ ഒരു സ്കെയിലാർ മെട്രിക്സ് ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയണമെങ്കിൽ ആ k എന്ന് പറയുന്ന സ്കെയിലാർ മെട്രിക്സിൽ നമ്മളൊരു വാല്യൂ പറഞ്ഞു. ആ ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ വാല്യൂ k ആയിരിക്കുമെന്ന് പറഞ്ഞു, എല്ലാ ഡയഗണൽ എലമെൻറ്റ്സും. ആ kയുടെ വാല്യൂ 1 ആയിട്ട് വരുന്ന സ്കെയിലാർ മെട്രിക്സിനെ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് വിളിക്കാം. അപ്പോൾ എവരി ഐഡൻറ്റിറ്റി മെട്രിക്സ് ഈസ് ക്ലിയർലി എ സ്കെയിലാർ മെട്രിക്സ്. എന്തുകൊണ്ടാണ്? ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ വാല്യൂസ് എല്ലാം ഈക്വൽ ആയതുകൊണ്ട്. ഓക്കെ. ഇനി സീറോ മെട്രിക്സ്. A matrix is said to be zero matrix or null matrix if all its elements are zero. അപ്പോൾ എക്സാമ്പിൾ കണ്ടോ, 3 മെട്രിക്സ് ഉണ്ട്, 3ൻ്റെയും എല്ലാ വാല്യൂസും 0 ആണ്. വി ഡിനോട്ട് സീറോ മെട്രിക്സ് ബൈ ബിഗ് 0. Equality of matrices. Two matrices A is equal to Aij and B is equal to Bij are said to be equal if they are of the same order. Second condition, each element of A is equal to the corresponding element of B, that is Aij is equal to Bij for all I and j. നോക്കിക്കേ, എന്താണ്? 2 മെട്രിസസ് ഈക്വൽ എന്ന് പറയണമെങ്കിൽ എൻ്റെ കണ്ടീഷൻ എന്താണ്? രണ്ടും സെയിം ഓർഡറിലുള്ള മെട്രിക്സ് ആയിരിക്കണം. അതേപോലെ മെട്രിക്സ് എയിലുള്ള എലമെൻറ്റ്, ഒരു എലമെൻ്റ് എടുത്താൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് ബിയിലെ എലമെൻറ്റ് ഈക്വൽ ആയിരിക്കണം. ദാറ്റ് ഈസ്, ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 2, 3, 0, 1 ആൻഡ് 2, 3, 0, 1 ആർ ഈക്വൽ മെട്രിസസ്. എന്തുകൊണ്ടാണ്? രണ്ടിൻ്റെയും ഓർഡർ 2 ആണ്. രണ്ടിൻ്റെയും കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? A11 പൊസിഷനിൽ കിടക്കുന്നത് 2 ആണ്, അതേപോലെ B11 പൊസിഷനിൽ കിടക്കുന്നത് 2 ആണ്. ഈ 1, 2 പൊസിഷനിൽ കിടക്കുന്നത് 3, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബിയിലെ പൊസിഷൻ ഏതാണ്? 3. ഇത് 0, ഇത് കറസ്പോണ്ടിങ് പൊസിഷനിൽ കിടക്കുന്നത് 0, ഇത് 1, ഇത് 1. ഇത് ഈക്വൽ മെട്രിസസ് എന്ന് പറയാം. ഇനി അങ്ങനെയാണെങ്കിൽ ഇത് ഈക്വൽ ആണോ? 3, 2, 0, 1 ആൻഡ് 2, 3, 0, 1 ആർ നോട്ട് ഈക്വൽ മെട്രിക്സസ്. എന്തുകൊണ്ടാണ്? നമ്മുടെ സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല. ഈ എലമെൻറ്റിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബിയുടെ എലമെൻറ്റ് സെയിം ആവണം, അതല്ല. അതുകൊണ്ട് ഇത് രണ്ടും ഈക്വൽ അല്ല. സിംബോളിക്കലി ഇഫ് 2 മെട്രിസസ് എ ആൻഡ് ബി ആർ ഈക്വൽ വി റൈറ്റ് എ ഈസ് ഈക്വൽ ടു ബി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇഫ് XYZ A is equal to -1.5, 0 to √6. 2 മെട്രിസസ് തന്നിട്ടുണ്ട്. ദെൻ എക്സിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? എക്സ് ഏതായിരിക്കും? എക്സ് ഇസ് ഈക്വൽ ടു 1.5, -1.5. Y is equal to 0. Z is equal to 2. A is equal to √6. ഒരു സാമ്പിൾ ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. അത് കണ്ടോ. ഇഫ് എക്സ് പ്ലസ് 3 ഇസഡ് പ്ലസ് 4 ഇസഡ് 2y - 7 - 6 a - 1 0, ഇതൊരു മെട്രിക്സ്. ഇത് വേറെ മെട്രിക്സ് 0, 6, 3y - 2 - 6 - 3 2c + 2, ഇത് വേറൊരു മെട്രിക്സ്. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എ ബി സി എക്സ് വൈ ആൻഡ് ഇസഡ്. എ ബി സി എക്സ് വൈ ആൻഡ് ഇസഡ് ഈ രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്തിട്ട് എയുടെ വാല്യൂ, ബിയുടെ വാല്യൂ, സിയുടെ വാല്യൂ, എക്സിൻ്റെ വാല്യൂ, വൈയുടെ വാല്യൂ, സെഡിൻ്റെ വാല്യൂ ഇതെല്ലാം കണ്ടുപിടിക്കണം. അത് നിങ്ങൾക്ക് സിമ്പിളാണ്. എന്ത് ചെയ്യുക? x + 3 = 0. അതിൽ നിന്ന്
എക്സിൻ്റെ വാല്യൂ കിട്ടി. അതേപോലെ Z+4 = 6, അങ്ങനെ ഇസഡിൻ്റെ വാല്യൂ കിട്ടി. ഇനി 2y - 7 = 3y - 2, അങ്ങനെ ഇസഡിൻ്റെ വാല്യൂം കിട്ടും. അങ്ങനെ ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ മെട്രിസസിൻ്റെ ഓപ്പറേഷൻസ് ആണ് എടുക്കാൻ പോകുന്നത്. മുന്നത്തെ പഠിപ്പിച്ച മെട്രിസസിലെ കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ എക്സസൈസസ് നമുക്ക് ഒരുമിച്ച് എല്ലാത്തിനെയും കൂടെ ഒരുമിച്ച് എടുക്കാം കേട്ടോ. ഇന്ന് നമുക്ക് ഓപ്പറേഷൻസ് ഓൺ മെട്രിസസ് നോക്കാം. ഫസ്റ്റ്, addition of matrices. The sum of two matrices is a matrix obtained by adding the corresponding elements of the given matrices. The two matrices have to be of same order. ഇപ്പം ഒരു രണ്ട് മെട്രിസസിൻ്റെ സം കണ്ടുപിടിക്കണമെങ്കിൽ ആ രണ്ട് മെട്രിസസിൻ്റെയും ഓർഡർ സെയിം ആയിരിക്കണം. നമ്മളെങ്ങനെയാണ് അത് ഓരോ സം കണ്ടുപിടിക്കുന്നത്? കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഓഫ് ദ ഗിവൺ മെട്രിസസ് തമ്മിൽ ആഡ് ചെയ്യും. അപ്പോൾ എക്സാമ്പിൾ നോക്കാം. ഇഫ് A = A11, A12, A13, A21, A22, A23 is a 2x3 matrix and B = B11, B12, B13, B21, B22, B23 is another 2x3 matrix. Then A+B എന്ന് പറഞ്ഞാൽ എന്താണ്? A11 + B11, ഇതാണ് കറസ്പോണ്ടിങ് എലമെൻറ്റ്. A11ൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ് ബിയിൽ ഏതാണ്? B11. A12 + B12, A13 + B13, A21 + B21, A22 + B22, A23 + B23. Note: if A and B are not of the same order, then A + B is not defined. എയും ബിയും സെയിം ഓർഡർ ആണെങ്കിൽ മാത്രമേ നമുക്ക് അഡിഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇൻ ജനറൽ, ഇഫ് A = Aij and B = Bij are two matrices of the same order, say m/n, then the sum of the matrices A and B is defined as a matrix C of Cij of m/n, where Cij is equal to Aij plus Bij for all possible values of I and j. ഒരു എക്സാമ്പിൾ ഇവിടെ ഉണ്ട്. A = 1, 2, 3, 4 and B = 3, 5, 6, 7. Then A plus B = 1 plus 3, 2 plus 5, 3 plus 6, 4 plus 7. So we will get the final answer 4, 7, 9, 11. C is a matrix. A plus B is equal to 4, 7, 9, 11. ഇനി മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സ് ബൈ എ സ്കെയിലാർ. സെക്കൻഡ് ഓപ്പറേഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സ് ബൈ എ സ്കെയിലാർ. If A is equal to Aij of order m/n is a matrix and K is a scalar, then K into A, K multiplied by A is another matrix which is obtained by multiplying each element of A by the scalar K. In other words, Ka is equal to K into matrix Aij of order m/n is equal to K into Aij, K into Aij of matrix K into Aij of order m/n. That is, I, jth element of Ka is K Aij for all possible values of I and j. ഇതെന്താ പറയുന്നത്? ഒരു മെട്രിക്സിനെ കെ എന്ന ഒരു കോൺസ്റ്റൻറ്റ് ഒരു എലമെൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും എന്നാണ് പറയുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. ഇഫ് A is equal to 311.5 √5 7 - 3205, then 3A. Here K is 3.
3a is equal to 3 into a. അപ്പം എന്ത് ചെയ്യണം, ഓരോ എയുടെ ഓരോ എലമെൻറ്റിനെ കൊണ്ടും ഈ 3 മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഫസ്റ്റ് എലമെൻറ്റ് 3 into 3 9, 1 into 3 3, 1.5 into 3 4.5, root 5 into 3 3 root 5, 7 into 3 21, minus 3 into 3 minus 9, 2 into 3 6, 0 into 3 0, 5 into 3 15. This is ഇങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സ് ബൈ എ സ്കെയിലാർ ചെയ്യുന്നത്. ഇനി നെഗറ്റീവ് ഓഫ് എ മെട്രിക്സ് ഈസ് ഡിനോട്ടഡ് ബൈ മൈനസ് എ. ഇപ്പോൾ ഒരു മെട്രിക്സിൻ്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, മൈനസ് എ. അതെങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. വി ഡിഫൈൻ മൈനസ് എ ഇസ് ഈക്വൽ ടു -1 ഇൻറ്റു എ. അപ്പോൾ നമുക്ക് നോക്കിയാലോ, ഇത് കണ്ടോ, സ്കെയിലാറിൽ ചെയ്തതുപോലെ തന്നെ ഒരു കെ എന്നൊരു കോൺസ്റ്റൻറ്റിനെ കൊണ്ട് എയെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ -1 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമുക്ക് നെഗറ്റീവ് എന്ന് പറയാം, നെഗറ്റീവ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയാം, -1 ഇൻറ്റു എ. ഈ എക്സാമ്പിൾ എ ഇസ് ഈക്വൽ ടു 3 1 -5x, ദെൻ -a ഇസ് ഈക്വൽ ടു -1 ഇൻറ്റു എ, ദാറ്റ് ഈസ് -1 ഇൻറ്റു 3 മെട്രിക്സ് 3 1 √5 x. അപ്പോൾ ഈ മൈനസ് കൊണ്ട് എല്ലാ എലമെൻസിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ -3 -1 5 -x, -5 +5 ആവും, +5 ആവും, ഇത് x -x ആവും. അപ്പോൾ നെഗറ്റീവ്, ഇതാണ് നെഗറ്റീവ് ഓഫ് എ മെട്രിക്സ്. Difference of matrices. If A is equal to Aij, B is equal to Bij are two matrices of the same order, say m by n, then difference A minus B is defined as a matrix D is equal to Dij, where Dij is equal to Aij minus Bij for all values of I and j. In other words, D is equal to A minus B is equal to A plus -1 into B. That is sum of the matrix A and the matrix minus B. അപ്പം ഡിഫറൻസ് ഓഫ് മെട്രിസസ് എന്ന് പറഞ്ഞാൽ രണ്ട് മെട്രിസസിൻ്റെ ഡിഫറൻസ് കാണണമെങ്കിൽ സെയിം ഓർഡർ വേണം. അതേപോലെ എ മൈനസ് ബിയെ എങ്ങനെ കണ്ടുപിടിക്കാം, രണ്ട് എയുടെയും അതേപോലെ മൈനസ് ബിയുടെയും സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എ മൈനസ് ബി കണ്ടുപിടിക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ സ്കെയിലാർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ നേരത്തെ നോക്കി. അതേ സെയിം ഓപ്പറേഷനാണ് ഇവിടെയും യൂസ് ചെയ്യാൻ പോകുന്നത് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇഫ് എ ഇസ് ഈക്വൽ ടു 1 2 3 2 3 1 ആൻഡ് ബി ഇസ് ഈക്വൽ ടു 3 -1 3 -1 0 2, ദെൻ ഫൈൻഡ് 2a മൈനസ് ബി. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, 2a മൈനസ് ബി നമുക്ക് കണ്ടുപിടിക്കണം. സൊല്യൂഷൻ, we have 2a minus b is equal to, first 2a കണ്ടുപിടിക്കണം, 2 into a. അപ്പം 2a എടുത്തെഴുതി മൈനസ് ബി. ഇതിനെ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് 2a പ്ലസ് മൈനസ് ബി എന്ന് കണ്ടുപിടിക്കാം, -1 ഇൻറ്റു ബി. അതപ്പം താഴെ അടുത്ത സ്റ്റെപ്പിൽ 2 ഇൻറ്റു എ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ എഴുതി. അതേപോലെ ഇതോ -1 ഇൻറ്റു മൈനസ് ബീനെ എങ്ങനെ എഴുതാം, -1 ഇൻറ്റു ബി. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ പ്ലസ് ഈ -1 ഇൻറ്റു ബി ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം എഴുതിയിരിക്കുകയാണ്, പ്ലസ് -1 ഇൻറ്റു ബി. -1 ഇൻറ്റു ബി എത്രയാണ്, ഇത് -3 ആവും, ഇത് +1 ആവും, ഇത് -3 ആവും, ഇത് +1, ഇത് 0, ഇത് -2. ഇതാ ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് രണ്ട് തമ്മിൽ ആഡ് ചെയ്യുക. 2 - 3 4 + 1 6 - 3 6 - 3, then 4 + 1, then 6 + 0, then 2 - 2. അപ്പം നമുക്ക് ഈ ആൻസർ കിട്ടും.